വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എന്നുള്ള തിയറമാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ സബ്സെറ്റ് ഓഫ് ആർ ഇസ് ഓപ്പൺ if and only if it is the union of countably many disjoint open intervals in R. ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് ഓപ്പൺ എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് ഇൻ ആർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശം ഓപ്പൺ എന്നുള്ളതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്നുള്ളതുമാണ്. നമുക്ക് രണ്ട് സൈഡും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുക. അതായത് ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് ഇൻ ആർ എന്ന് അസ്യൂം ചെയ്യുന്നു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അവർ സെറ്റ് ഈസ് ഓപ്പൺ. നമുക്കറിയാം, അസംഷൻ പ്രകാരം നമ്മളെടുത്തിരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവെല്ലുകളാണ്. ഓപ്പൺ ഇൻ്റർവെല്ലുകളെല്ലാം തന്നെ ഓപ്പൺ സെറ്റുകളാണ്. ഓപ്പൺ സെറ്റുകളുടെ ആർബിട്രറി യൂണിയൻ ഓപ്പൺ ആണെന്ന് നമ്മൾ ഒരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൗണ്ടബിൾ യൂണിയൻ നിർബന്ധമായും ഓപ്പൺ ആയിരിക്കും. Therefore, we have by the assumption the countable union of disjoint open interval. നമുക്ക് ഡിസ്ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ. സത്യത്തിൽ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ ആണെങ്കിൽ തന്നെയും നമുക്ക് എന്തായിരിക്കും, അത് ഓപ്പൺ ആയിരിക്കും by the first theorem in open sets. So we get our set is open. അപ്പോൾ കോൺവേഴ്സ് പാർട്ട്, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തിയറത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്കത് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കും. തിരിച്ച്, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നമുക്കിവിടെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. എന്താണ് അസംപ്ഷൻ? വി ടേക്ക് an open set. Simply a open set in R ആണ് നമ്മൾ എടുക്കുന്നത്. Let us assume your capital G is that open set. നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് G ആണ്. അത് ആറിൻ്റെ ഒരു ഓപ്പൺ സെറ്റാണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് ഇൻ ആർ ആണെന്ന് പറയണം. G എന്ന് പറയുന്ന ആറിൻ്റെ ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ജിക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, G എന്ന് പറയുന്നത് എം ടി ആയിരിക്കാം, അല്ലെങ്കിൽ G എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കാം. G എന്ന് പറയുന്നത് എം ടി ആണെങ്കിൽ, എം ടി സെറ്റ് ഒരു ഓപ്പൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. G എന്ന് പറയുന്നത് എം ടി ആണെങ്കിൽ ജീനെ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എ കോമ എ, അതൊരു ഓപ്പൺ ഇൻ്റർവെലാ. ഓപ്പൺ ഇൻ്റർവെൽ എ കോമ എ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവെലാ. അത് ആക്ച്വലി നൾ സെറ്റാണ്. ഓപ്പൺ ഇൻ്റർവെൽ ബി കോമ ബി, അങ്ങനെ രണ്ട് എലമെൻറ്റ്സ് വെച്ച് രണ്ട് ഓപ്പൺ ഇൻ്റർവെലുകൾ ഉണ്ടാക്കുക. ഓപ്പൺ ഇൻ്റർവെൽ എ കോമ എ ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ ബി കോമ ബി. നമുക്ക് ബോത്ത് ആർ ഡിസ്ജോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ബോത്ത് ആർ ഓപ്പൺ ഇൻ്റർവെൽസ് എന്ന് പറയാം. അതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ ഒരു കൗണ്ടബിൾ യൂണിയൻ, ഫൈനൈറ്റ് യൂണിയൻ ഈസ് ആക്ച്വലി എ കൗണ്ടബിൾ യൂണിയൻ. കൗണ്ടബിൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഫൈ തന്നെയായിരിക്കും. അപ്പോൾ G എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇല്ലായ്മ കൊണ്ട് തന്നെ നമുക്ക് ജീനെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൂഫിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കേസ് അതാണ് ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് us assume our G is not equal to 5. G not equal to 5 ആണെങ്കിൽ ജീനകത്ത് നിർബന്ധമായും ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരിക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ജീനകത്തുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും IX എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടാക്കാൻ പോവുകയാണ്.
എങ്ങനെയാണ് ഞാൻ ഈ ഐ എക്സ് ഉണ്ടാക്കുന്നത്? ഐ എക്സ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഐ എക്സ് ഇസ് ദ ലാർജസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്ൻസ് യുവർ എക്സ് കണ്ടെയ്ൻഡ് ഇൻ യുവർ ജി. ആ രീതിയിലാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ജി എന്ന് പറയുന്നത് നോൺ എം ടി ആണെങ്കിൽ ജിനകത്ത് ഒത്തിരി പോയിന്റ്സ് ഉണ്ടായിരിക്കാം. അതിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഞാൻ ഐ എക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഐ എക്സ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് യുവർ പോയിന്റ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. ജീനകത്തുള്ള എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻ്റർവെൽ ആയിട്ടാണ് ഞാൻ എൻ്റെ ഐ എക്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഐ എക്സിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന ഐ എക്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് ജീനകത്തുള്ള എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻ്റർവെല്ലായിരിക്കും, ഓപ്പൺ ഇൻ്റർവെല്ലായിരിക്കും. ആ രീതിയിലാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ആ കൺസ്ട്രക്ട് ചെയ്യുന്നതും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ കൺസ്ട്രക്ഷനിൽ കാണുന്നു. സോ അവർ നെക്സ്റ്റ് അസംഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് എയിം ഇസ് ടു കൺസ്ട്രക്ട് അവർ ഐ എക്സ് സച്ച് എ വേ. അതിനുവേണ്ടി ഞാൻ എൻ്റെ പോയിന്റ് എക്സ് എടുത്തു. എന്നിട്ട് ഓപ്പൺ എ ക്ലോസ്ഡ് എക്സ്. എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ജീനകത്തുള്ള പോയിന്റാണ്. എക്സിൻ്റെ ഇടതുഭാഗത്തുള്ള പോയിന്റ്സുകൾ കുറേയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീനകത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മുതൽ എക്സ് വരെയുള്ള ഭാഗം മുഴുവനായിട്ട് നിങ്ങളുടെ ജീനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ പോയിന്റ് മുതൽ എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഐ എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് വെക്കുന്നു. അതായത് ജി എന്ന് പറയുന്ന സെറ്റിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് എക്സിന്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റ് മുതൽ എക്സ് വരെയുള്ള ഫുൾ പോർഷൻ, ആ ഇന്റർവെൽ പോർഷൻ, ഇതൊരു എടുത്തിരിക്കുന്നത് ഹാഫ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ആണ്. ആ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവെൽ മുഴുവനായിട്ട് നിങ്ങളുടെ ജീനകത്ത് ഉണ്ടെങ്കിൽ ആ ഇന്റർവെലിന്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഭാഗത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഒട്ടനവധി ഐകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ജി എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ 0-1 ആണെന്ന് കരുതുക. ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് 1/2 ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറയാൻ സാധിക്കും 1/3 മുതൽ 1/2 വരെയുള്ള പോയിന്റ്സുകൾ ജീനകത്തുണ്ട്. അതുകൊണ്ട് 1/3 ബിലോങ്സ് ടു യുവർ സെറ്റ്. 1/4 മുതൽ 1/2 വരെയുള്ള പോയിന്റ്സുകൾ നിങ്ങളുടെ ജീനകത്തുണ്ട്. അതുകൊണ്ട് 1/4 നിങ്ങളുടെ സെറ്റിനകത്തുണ്ടാകും. അങ്ങനെ നമുക്ക് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ അടുത്ത ഭാഗത്ത് വരുന്ന ഒട്ടനവധി പോയിന്റ്സുകൾ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ടിൽ ദ എൻഡ് വരെ, അതായത് ജീനകത്ത് ഉൾപ്പെടുന്ന എക്സിന്റെ ഇടത് ഭാഗത്ത് എക്സ് ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ഇന്റർവെൽ എടുക്കാൻ സാധിക്കാവുന്ന എല്ലാ പോയിന്റുകൾ തന്നെയും നിങ്ങൾക്ക് ഈ എക്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കാവുന്നതാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ ബി എക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ബി എക്സ് ഉണ്ടാക്കുന്നത് റൈറ്റ് എൻഡിലാണ്. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് എക്സിന്റെ റൈറ്റ് എൻഡിലേക്ക് നിങ്ങൾ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവെല്ലുകൾ എടുക്കുന്നു. ആ ഇന്റർവെല്ലുകൾ മുഴുവനായിട്ട് ജീനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടുള്ള ബീനെ നിങ്ങളുടെ സെറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എ എക്സ് എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളും ബി എക്സ് എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളുടെയും സെറ്റ് കിട്ടി. ഈ പോയിന്റ്സുകളുടെ പ്രത്യേകത, ഈ പോയിന്റ്സുകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ എക്സിന്റെ പോയിന്റുകളുടെ പ്രത്യേകത എക്സിന്റെ ഇടത് ഭാഗത്തായിരിക്കും ഈ പറയുന്ന പോയിന്റുകളുടെ കിടപ്പ്. ബി എക്സിന്റെ പ്രത്യേകത അതിലത്തെ പോയിന്റുകളെല്ലാം തന്നെ എക്സിന്റെ വലത് ഭാഗത്തായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ രണ്ട് സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങളുടെ എ എക്സും ബി എക്സും നോൺ എം ടി ആയിരിക്കണം. കാരണം എന്താ, ജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ, നോൺ എം ടി ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ഒത്തിരി പോയിന്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും എക്സിന്റെ അടുത്ത ഭാഗത്ത് പോയിന്റ്സുകൾ കാണും. അപ്പോൾ ആ പോയിന്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ പോയിന്റിൽ ഈ അടുത്ത ഭാഗത്തുള്ള ഒട്ടനവധി പോയിന്റുകൾ നിങ്ങളുടെ എക്സിനകത്ത് പെടും.
ഈ പറയുന്ന റൈറ്റ് സൈഡിലുള്ള ഒട്ടനവധി പോയിന്റുകൾ ഉണ്ടായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ ഒട്ടനവധി പോയിന്റുകൾ നിങ്ങളുടെ ബി എക്സിനകത്ത് പെടും. അപ്പോൾ നിങ്ങൾക്ക് എ എക്സും ബി എക്സും നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മുടെ ജി നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റാണ്. ഇനി എ എക്സ് എന്ന് പറയുന്നതിന് രണ്ട് സാധ്യതകൾ നമ്മൾ കൽപ്പിക്കുകയാണ്. ഒന്ന് ബൗണ്ടഡ് ബിലോ ആയിരിക്കാം, മറ്റൊന്ന് ബൗണ്ടഡ് ബിലോ അല്ലാതിരിക്കാം. അപ്പർ ബൗണ്ടിനെ പറ്റി പറയുന്നില്ല, അപ്പർ ബൗണ്ടിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എക്സ് അതിനൊരു അപ്പർ ബൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് അപ്പർ ബൗണ്ട് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് അവിടെ ആവശ്യമില്ല. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മളത് ചിന്തിക്കുന്നില്ല. സോ വി തിങ്ക് അബൌട്ട് ദ ലോവർ ബൗണ്ട്. എ എക്സ് എന്ന് പറയുന്ന സെറ്റ് ചിലപ്പോൾ ബൗണ്ടഡ് ബിലോ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. എ എക്സ് എന്ന് പറയുന്ന സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ നിർബന്ധമായും അതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ ആകയാൽ അതിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം അതിനൊരു ഇൻഫിമം ഉണ്ടായിരിക്കും. ആ ഇൻഫിമം നമ്മൾ നമ്മുടെ സ്മോൾ എ എക്സ് എന്ന് പറഞ്ഞ് എടുക്കണം. യു ടേക്ക് യുവർ സ്മോൾ എ എക്സ് ഇസ് ദ ഇൻഫിമം ഓഫ് യുവർ ക്യാപിറ്റൽ എ എക്സ് വെൻ അല്ലെങ്കിൽ വേർ യുവർ ക്യാപിറ്റൽ എ എക്സ് ഇസ് ബൗണ്ടഡ് ബിലോ. ചിലപ്പോൾ ബൗണ്ടഡ് ബിലോ അല്ലാതിരിക്കാം. ആ കേസിൽ നിങ്ങൾ സ്മോൾ എ എക്സ് എന്തെടുക്കണം? മൈനസ് ഇൻഫിനിറ്റി എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യം എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാക്കി. ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫിമം ഉണ്ടായിരിക്കും. അതിന് ഞാൻ സ്മോൾ എ എക്സ് എന്ന് വെച്ചു. ഈ ബൗണ്ടഡ് ബിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്മോൾ എ എക്സ് എന്തെടുത്തു? മൈനസ് ഇൻഫിനിറ്റി എടുത്തു. ദ സിമിലർ ഐഡിയ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കാര്യം ചിന്തിക്കാനുണ്ട്. അതായത് ഇതിലിപ്പോൾ പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ എ എക്സ് എടുത്തു കഴിഞ്ഞാൽ എ എക്സ് ഒരിക്കലും നിങ്ങളുടെ ജീനകത്തുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എ എക്സ് ഇസ് മൈനസ് ഇൻഫിനിറ്റി. ജിക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഓപ്പൺ ഇന്റർവൽ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി നിങ്ങളുടെ ജീനകത്ത് ഉണ്ട് എന്നുള്ള ആശയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി മറ്റേ കേസിലാണെങ്കിലോ അത് ഇൻഫിമാണ്. ഏത്? എ എക്സിന്റെ ഇൻഫിമാണ്. എ എക്സിന്റെ ഇൻഫിമാണെങ്കിൽ എ എക്സ് ആ ഇൻഫിമം നിങ്ങളുടെ ജീനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എ എക്സിന്റെ കൺസ്ട്രക്ഷനിൽ ചെറിയൊരു അപാകത സംഭവിക്കും. അപ്പൊ നമുക്ക് എ എക്സ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇൻഫിമം ഓഫ് എ എക്സും അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഇതിൽ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഉണ്ടാക്കുന്ന എ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഒരിക്കലും നിങ്ങളുടെ സെറ്റായിട്ടുള്ള ജീനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഇൻഫിമായിട്ട് മാറില്ല. അതായത് എ എക്സ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളുടെ ജീനകത്തുണ്ടെങ്കിൽ ഒരിക്കലും എ എക്സിന് നിങ്ങളുടെ സെറ്റ് എ എക്സിന്റെ ഇൻഫിമമായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇൻഫിമം അതിനേക്കാളും ചെറിയൊരു എലമെന്റ് ആയിട്ട് മാറും. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇഫ് യു കൺസ്ട്രക്ട് സച്ച് എ എക്സ് ദെൻ യുവർ എ എക്സ് നോട്ട് ബിലോങ്സ് ടു യുവർ ക്യാപിറ്റൽ ജി. സിമിലർലി നമ്മൾ ബി എക്സ് എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. ബി എക്സ് നമ്മളിവിടെ ബൗണ്ടഡ് ബിലോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കമില്ല. കാരണം എക്സ് അതിനൊരു ലോവർ ബൗണ്ടാണ്. ബി എക്സ് ചിലപ്പോൾ ബൗണ്ടഡ് എബവ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. ബൗണ്ടഡ് എബവ് ആണെങ്കിൽ നമ്മളവിടെ സുപ്രീമം ഓഫ് ബി എക്സിനെ നമ്മൾ സ്മോൾ ബി എക്സ് ആയിട്ടും, ഇനി ബൗണ്ടഡ് എബവ് അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻഫിനിറ്റിയെ നമ്മൾ ബി എക്സ് ആയിട്ടും എടുക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റുകളൊക്കെ തന്നെ നമ്മുടെ ബി എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിലും ജീലുണ്ടായിരിക്കില്ല, സുപ്രീമം ആണെങ്കിലും ജീലുണ്ടാവാൻ സാധിക്കില്ല. കാരണം സുപ്രീമമായിട്ട് അത് ജീലുണ്ടെങ്കിൽ അത് സുപ്രീമമേ ആകുന്നില്ല. കാരണം അതിനേക്കാളും വലിയ എലമെന്റ് ആയിരിക്കണം അപ്പോൾ സുപ്രീമം. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബി എക്സ് ഇപ്പോൾ ജീനകത്തില്ല. ഇപ്പൊ നമ്മൾ ചെയ്തത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ജിയിൽ നിന്നെടുത്തു, അതിന് കറസ്പോണ്ട് ആയിട്ട് എ എക്സ് എന്ന് പറയുന്ന സെറ്റ് എടുത്തു, അതിൽ നിന്ന് നമ്മൾ സ്മോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് കണ്ടെത്തി, അതുപോലെ ബി എക്സ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാക്കി, അതിനകത്ത് നമ്മൾ ആ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്മോൾ ബി എക്സ് എന്ന് പറയുന്ന എലമെന്റ് കണ്ടെത്തി. ഇപ്പൊ നമ്മുടെ കയ്യിൽ എ എക്സും ബി എക്സും രണ്ട് പോയിന്റുകളുണ്ട്. എ എക്സ് എന്ന് പറയുന്നത് നിർബന്ധമായും എക്സിന്റെ ഇടതുഭാഗത്തുള്ള പോയിന്റും ബി എക്സ് എന്ന് പറയുന്നത് നിർബന്ധമായും എക്സിന്റെ വലതുഭാഗത്തുള്ള പോയിന്റും ആയിരിക്കും. അതിനാൽ തന്നെ യു ക്യാൻ ഡിഫൈൻ യുവർ ഐ എക്സ് സച്ച് എ വേ ദാറ്റ് ഓപ്പൺ ഇന്റർവൽ
എ എക്സ് കോമ ബി എക്സ്. ഞാൻ എ എക്സ് എന്താണെന്നും ബി എക്സ് എന്താണെന്നും പറഞ്ഞു. ഈ പറയുന്ന എ എക്സ് ലെസ് ദാൻ ബി എക്സ് ആയിരിക്കും. എന്നിട്ട് ഞാൻ എ എക്സ് കോമ ബി എക്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്പൺ ഇന്റർവെൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഐ എക്സ് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വെറും ഒരു ചെറുതായിട്ടൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താണ്? എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഐ എക്സ് എന്ന് പറഞ്ഞ് ഐ എക്സ് ഈക്വൽ ടു എ എക്സ് കോമ ബി എക്സ് എന്ന ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് ഞാനൊരു ഇന്റർവെൽ എടുത്തു. കറസ്പോണ്ടിങ് ടു ഈച്ച് എക്സ് ബിലോങ്സ് ടു ജി യു ക്യാൻ ടേക്ക് സച്ച് എ ഐ എക്സ്. ഒരു ഐ എക്സ് എടുത്തു. ഞാൻ പറഞ്ഞ ഐ എക്സിന്റെ എല്ലാ പ്രോപ്പർട്ടികളൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഒരു ഐ എക്സ് ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഐ എക്സ് എന്തായാലും ഓപ്പൺ ഇന്റർവെൽ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഐ എക്സ് എന്തായാലും എക്സ് കണ്ടെയ്ൻ ചെയ്യും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സോ ഐ എക്സ് ഇസ് എൻ ഓപ്പൺ ഇന്റർവെൽ കണ്ടെയ്നിങ് എക്സ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുന്നത്, എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഇന്റർവെലുകൾ. ഈ ഐ എക്സിന്റെ എൻ പോയിന്റുകളെ ശ്രദ്ധിക്കണം. എ എക്സിന്റെ പ്രത്യേകത എന്താ? എ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എക്സിലെ എ എക്സിന്റെ ഇൻഫിമമാണ്. ക്യാപിറ്റൽ എക്സ് എങ്ങനെയാ വന്നത്? എക്സിന്റെ ഇടതുഭാഗത്തുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ഉൾക്കൊള്ളുന്ന ഇന്റർവെല്ലുകളുടെ എൻ പോയിന്റുകളാണ്, ലെഫ്റ്റ് എൻ പോയിന്റുകളാണ് എകൾ, അതുകളുടെ ഇൻഫിമാണ്. അപ്പോൾ നിങ്ങൾ എ എക്സ് മുതൽ എക്സ് വരെയുള്ള ഭാഗം പരിഗണിക്കുകയാണെങ്കിൽ, എ എക്സ് മുതൽ എക്സ് വരെയുള്ള ഭാഗം പരിഗണിക്കുകയാണെങ്കിൽ, നേരത്തെ നിങ്ങളുടെ ക്യാപിറ്റൽ എ എക്സിൽ ഉൾപ്പെടുത്താൻ കൊണ്ടുവന്നിട്ടുള്ള എകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെല്ലുകൾ മുഴുവനായിട്ടും ആ ഭാഗത്തുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെല്ലുകളുടെ ഇടത് ഭാഗം ഐ എക്സിന്റെ എ എക്സ് മുതൽ എക്സ് വരെയുള്ള ഭാഗത്ത് കിടക്കുന്നുണ്ടായിരിക്കും. എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെല്ലുകളുടെ വലത് ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ തന്നെ എക്സ് മുതൽ ബി എക്സ് വരെയുള്ള ഐ എക്സിന്റെ ഇന്റർവെല്ലിന്റെ ഭാഗത്ത് കിടക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ജീനകത്ത് ഉൾക്കൊള്ളുന്ന എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇന്റർവെൽ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഐ എക്സ്. ജീനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ് കണ്ടെയ്ൻ ജീനകത്ത് ഉൾപ്പെടുന്ന എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെല്ലുകളുടെ ഏറ്റവും വലിയ ഇന്റർവെൽ ആയിരിക്കും നിങ്ങളുടെ എക്സ്. അപ്പൊ അതിന് വേറൊരു കാര്യമുണ്ട്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ എടുത്ത ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റർവെല്ലുകളെക്കാട്ടും ഒക്കെ വലിയ ഇന്റർവെൽ ആയിരിക്കും എ എക്സ് മുതൽ എക്സ് വരെയുള്ള ഭാഗം. റൈറ്റ് എൻഡിലുള്ള ഇന്റർവെല്ലുകളുടെ എല്ലാം വലിയ ഇന്റർവെൽ ആയിരിക്കും എക്സ് മുതൽ ബി എക്സ് വരെയുള്ള ഭാഗം. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സ് കോമ ബി എക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വലിയതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമുക്കിനി പ്രശ്നം ഈ ഐ എക്സ് എന്ന് പറയുന്ന സാധനം ജീനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു പ്രൂഫ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ഐ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്റർവെൽ ഉണ്ടാക്കി. അതൊരു ഓപ്പൺ ഇന്റർവെലാണ്, അത് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അതായിരിക്കും എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ ഇന്റർവെൽ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോ നമുക്ക് ഐ എക്സ് സബ്സെറ്റ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഇന്റർവെല് ജീനകത്ത് മുഴുവനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഒരു ആർബിട്രറി പോയിന്റ് എടുത്ത് നമ്മുടെ സബ്സെറ്റിന്റെ കണ്ടീഷൻ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി എന്നുള്ള ആശയത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. സോ ലെറ്റ് us assume y belongs to ix, ആർബിട്രറി പോയിന്റ് എടുത്ത്. y belongs to ix ആണെങ്കിൽ ixനകത്ത് x എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് y ചിലപ്പോൾ x ആയിരിക്കാം, ചിലപ്പോൾ x അല്ലാതിരിക്കാം. y x ആണെന്ന് കരുതുക. y x ആണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, y നിങ്ങളുടെ ജീനകത്തിന്റെ ആയിരിക്കും. കാരണം x is the element of g. അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത് തന്നെ. അപ്പോൾ y x ആണെങ്കിൽ ആ കേസ് ഓട്ടോമാറ്റിക്കലി അത് ജീനകത്തുണ്ട്. ഇനി y x അല്ലെങ്കിൽ there is two possibilities. ഒന്നുകിൽ y less than x ആയിരിക്കാം, അല്ലെങ്കിൽ y greater than x ആയിരിക്കാം, നമ്മുടെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി പ്രകാരം. അതിൽ ആദ്യത്തെ കേസ് പരിഗണിക്കുക, y less than x ആണ്. y less than x ആണെങ്കിൽ നമുക്കറിയാം y belongs to ix ആണ്. ix എന്ന് പറഞ്ഞാൽ ax, bx എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ ആണ്. അപ്പോ
എ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം വൈ അതിനകത്തുള്ള ഒരു എലമെന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ എക്സിനേക്കാളും വലുതായിട്ടൊരു വൈ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ സെറ്റ് ആയിട്ടുള്ള എ എക്സിന്റെ ഇൻഫിമം അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എ എക്സ് ആണ് നിങ്ങളുടെ സെറ്റിന്റെ ഇൻഫിമം. എ എക്സ് ഇൻഫിമാണ്, എ എക്സിനേക്കാളും വലുതാണ് വൈ. സോ വൈ ഈസ് നോട്ട് എ ഇൻഫിമം. ഇഫ് വൈ ഈസ് നോട്ട് എ ഇൻഫിമം ഓഫ് യുവർ സെറ്റ് capital AX, then there is an element in capital AX such that that element ലെസ് ദാൻ വൈ, വൈനേക്കാളും ചെറുതായിട്ട് സെറ്റ് ക്യാപിറ്റൽ എ എക്സിന്റെ ഒരു എലമെന്റ് കാണും. കാരണം എ എക്സ് എന്ന് പറയുന്നത് ഇൻഫിമാണ്, എ എക്സിനേക്കാളും വലുതാണ് വൈ. അതുകൊണ്ട് വൈ അതിന്റെ ഇൻഫിമം അല്ല. വൈ ഇൻഫിമം അല്ലെങ്കിൽ വൈനേക്കാളും ചെറുതായിട്ട് സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. ലെറ്റ് us take your A dash is that element. A dash is an element which is belongs to capital AX and which is less than that of your y. എ ഡാഷ് എന്ന് പറയുന്നത് എ എക്സിനകത്തുണ്ടെങ്കിൽ നിർബന്ധമായും എ ഡാഷ് മുതൽ എക്സ് വരെയുള്ള ഹാഫ് ഓപ്പൺ ഇന്റർവെല്ല് നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരിക്കണം? ജിനകത്തുണ്ടായിരിക്കണം. എന്നാലാണ് എ ഡാഷ് നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സിനകത്ത് എഴുതാൻ സാധിക്കുള്ളൂ. എ ഡാഷിന്റെയും എക്സിന്റെയും ഇടയിലാണ് ഇപ്പൊ എന്റെ വൈയുടെ കിടപ്പ്. കാരണം വൈ ലെസ് ദാൻ എക്സ് എന്നും പറഞ്ഞു, എ ഡാഷ് ലെസ് ദാൻ വൈ എന്നും പറഞ്ഞു. സോ വൈ ബിലോങ്സ് ടു ദിസ് ഇന്റർവെൽ. അപ്പോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആവശ്യം എന്താണ്? വൈ എന്ന് പറയുന്നത് ജീനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യലാണ്. ഇപ്പൊ കിട്ടിയത് എന്താണ്? വൈ ലെസ് ദാൻ എക്സ് ആയപ്പോൾ വൈ എന്ന് പറയുന്നത് സം എ ഡാഷ് കോമ എക്സിനകത്തുണ്ട്, ഈ സാധനം ജീനകത്തുണ്ട്. സോ വൈ ബിലോങ്സ് ടു ജി. അപ്പൊ വൈ ഈക്വൽ ടു ജിയിലെ വൈ ജീനകത്തുണ്ടെന്ന് കിട്ടി. വൈ ലെസ് ദാൻ എക്സിലും വൈ ഈക്വൽ ടു എക്സില് നിങ്ങൾക്ക് വൈ ബിലോങ്സ് ടു ജി ഉണ്ടെന്ന് കിട്ടി. വൈ ലെസ് ദാൻ എക്സിലും വൈ ബിലോങ്സ് ടു ജി എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് എന്താണ്? വൈ ഗ്രേറ്റർ ദാൻ എക്സ്. ഈ വൈ ഗ്രേറ്റർ ദാൻ എക്സ് എടുക്കാം. വൈ ഗ്രേറ്റർ ദാൻ എക്സ്, വൈ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്, വൈ ബിലോങ്സ് ടു ഐ എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വൈ ലെസ് ദാൻ ബി എക്സ് എന്ന് പറയാം. കാരണം ബി എക്സ് എന്ന് പറയുന്നത് ഐ എക്സിന്റെ റൈറ്റ് ഹാൻഡ് പോയിന്റ് ആണ്. നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് പ്രകാരം തന്നെ ബി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എക്സിന്റെ സുപ്രീമാണ്. വൈ എന്ന് പറയുന്നത് സുപ്രീമത്തിനേക്കാളും താഴെയുള്ള എലമെന്റ് ആണ്. അതുകൊണ്ട് വൈ എന്ന് പറയുന്നത് അതിന്റെ അപ്പർ ബൗണ്ടറി ആകുന്നില്ല. അതിനാൽ വൈനേക്കാളും വലുതായിട്ട് ഒരു എലമെന്റ് നിങ്ങളുടെ ക്യാപിറ്റൽ ബി എക്സിനുണ്ടായിരിക്കണം. അതാണ് ഞാൻ ബി ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബി ഡാഷ് ഇസ് ആൻ എലമെന്റ് such that b dash is an element from your capital Bx such that your y less than b. b dash എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എക്സിന്റെ എലമെന്റ് ആണെങ്കിൽ എക്സ് മുതൽ ബി ഡാഷ് വരെയുള്ള ഒരു ഹാഫ് ഓപ്പൺ ഇന്റർവെൽ ഉണ്ടായിരിക്കും, അത് ജീനകത്തുണ്ടായിരിക്കും. അങ്ങനെയാണ് ബി എക്സിന്റെ ഡെഫിനിഷൻ. ഇനി വൈ എന്ന് പറയുന്നത് എക്സിനേക്കാളും വലുതാണ്, ബി എക്സിനേക്കാളും ബി ഡാഷിനേക്കാളും ചെറുതാണ്. അതിനാൽ വൈ എന്ന് പറയുന്നത് ഈ ഇന്റർവെലിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? വൈ ഇസ് ദാൻ എലമെന്റ് ഓഫ് ഹാഫ് ഓപ്പൺ ഇന്റർവെൽ ക്ലോസ്ഡ് എക്സ് കോമ ബി ഡാഷ് ഓപ്പൺ ഇസ് എ സബ്സെറ്റ് ഓഫ് യുവർ ജി. സോ ഇൻ ദിസ് കേസ് ഓൾസോ വി ഗെറ്റ് യുവർ വൈ ബിലോങ്സ് ടു ജി. അപ്പൊ നമുക്ക് കിട്ടിയത് വൈ എന്ന് പറയുന്നത് ഐ എക്സിൽ നിന്ന് ആർബിട്രറി ആയിട്ട് നമ്മൾ എടുത്തു. സോ 3 possibilities for y. y is equal to x, y less than x, y greater than x. 3 കേസിലും y എന്നുള്ളത് നമുക്ക് ജീനകത്തുണ്ടെന്ന് കിട്ടി. That means for an arbitrary point y belongs to ix implies y belongs to g. That means your ix is the subset of g. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ix ax, bx എന്ന് പറഞ്ഞ് ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ixകൾ എനിക്ക് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ g ആണെന്ന് കിട്ടി. പക്ഷെ നമുക്ക് നേരത്തെ അറിയാം അതാണ് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ജീനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇന്റർവെൽ എന്നുള്ള കൺസെപ്റ്റിലാണ്, ഏറ്റവും വലിയ ഇന്റർവെൽ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് മുഴുവനായിട്ടും ജീനകത്ത് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, ജിയിലെ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് ഇതുപോലെ തന്നെ ഐ എക്സുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഐ എക്സുകളുടെ പ്രത്യേകത എന്തായിരുന്നു?
ഐ എക്സുകൾ എന്ന് പറയുന്നത് ആ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ജീനകത്തുള്ള ഏറ്റവും വലിയ ഇന്റർവെല്ലാണ്, ഏറ്റവും വലിയ ഓപ്പൺ ഇന്റർവെല്ലാണ്. അങ്ങനെ ജീനകത്തുള്ള എല്ലാ പോയിന്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ ഞാൻ ഓപ്പൺ ഇന്റർവെല്ലുകൾ ഉണ്ടാക്കി അതുകളുടെ എല്ലാം യൂണിയൻ എടുക്കുന്നു. ദാറ്റ് ഈസ് അവർ ക്യാപിറ്റൽ ജി. അടുത്ത കൺസ്ട്രക്ഷൻ എന്താണ്? ജീനകത്തുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഐ എക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഐ എക്സുകളുടെ എല്ലാം, ഈ ഐ എക്സുകളായിട്ടുള്ള ഓപ്പൺ ഇന്റർവെല്ലുകളുടെ എല്ലാം യൂണിയൻ ഞാൻ എടുക്കുന്നു. അതിനെ ഞാൻ ക്യാപിറ്റൽ ജി എന്ന് വിളിക്കുന്നു. സോ ഹിയർ ക്യാപിറ്റൽ ജി ഈസ് an arbitrary union of open intervals, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്, അത്രയും പറയാം. ആർബിട്രറി ആണ് നമുക്കറിയില്ല, യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്. നമുക്ക് ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആയിരുന്നു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ജി ഇസ് ആൻ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവൽസ്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ജി ഇസ് ആൻ യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്. കൗണ്ടബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്, ഡിസ്ജോയിന്റ് എന്നുള്ള കണ്ടീഷൻ അവിടെ കിടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ എന്താ ചെയ്തത്? അതൊരു യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവൽ ആണെന്നുള്ള ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ അടുത്ത പരിപാടി അതിന്റെ ഡിസ്ജോയിന്റ് എന്നുള്ള കണ്ടീഷൻ തെളിയിക്കലാണ്. അതിനുശേഷമാണ് നമ്മൾ കൗണ്ടബിലിറ്റി ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ കളക്ഷൻ ഓഫ് ഐ എക്സുകളാണുള്ളത്. ജിയിലത്തെ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് ഓരോ ഐ എക്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഐ എക്സുകളുടെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഈ കളക്ഷൻ ഡിസ്ജോയിന്റ് ആണെന്ന് പറയാം. ഈ കളക്ഷൻ ഡിസ്ജോയിന്റ് ആണെന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവ തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഫൈ ആണെന്ന് പറയാം, അല്ലെങ്കിൽ there is another possibility, രണ്ട് ഈക്വൽ ആയാലും മതി. ഒരു കളക്ഷനിൽ രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന പോയിന്റിനും വൈ എന്ന് പറയുന്ന പോയിന്റിനും സെയിം ഐ എക്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഐ എക്സ് എടുത്താൽ മതി ആ യൂണിയൻ എടുക്കുമ്പോൾ. അപ്പോൾ സെയിം ആയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? ഡിസ്ജോയിന്റ് ആയിരിക്കണം, അതായത് ഇന്റർസെക്ഷൻ ഫൈ ആയിരിക്കണം. കുറച്ച് അതിനകത്തുണ്ട്, കുറച്ച് ഇതിനകത്തുണ്ട് എന്നുള്ള രീതിയിലുള്ള ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മളിവിടെ ഡിസ്ജോയിന്റ് എന്നുള്ള ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് എലമെന്റ്സുകളായിരിക്കണം രണ്ട് സെറ്റിനകത്ത്, അല്ലെങ്കിൽ രണ്ട് ഐ എക്സുകൾക്കകത്ത്, അല്ലെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം. രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ഒരെണ്ണേ പരിഗണിക്കുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ പരിഗണിക്കില്ല. അപ്പോൾ നമുക്ക് ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെലുകൾ എന്നുള്ള യൂണിയൻ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഡിസ്ജോയിന്റ് എന്നുള്ള ആശയം പണ്ട് നമ്മൾ പറയാറുള്ളത് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഫൈ കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഡിസ്ജോയിന്റ് എന്നുള്ള ആശയം ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഫൈ കിട്ടും വേണം, അല്ലെങ്കിൽ ദർ ഇസ് വൺ മോർ ഓപ്ഷൻ, ദാറ്റ് ഈസ് ഇഫ് ബോത്ത് ആർ സെയിം. ബോത്ത് ആർ സെയിം വി ടേക്ക് ഓൺലി വൺ. ഇപ്പൊ മൂന്നെണ്ണം ഈക്വൽ ആണെങ്കിൽ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ ഡിസ്ജോയിന്റ് എന്നുള്ള ആശയം തെളിയിക്കാൻ പോകുന്നത്. സോ വി ക്ലെയിം യു ടേക്ക് 2 points x and y coming from your capital G. രണ്ട് പോയിന്റുകൾ എടുത്തു ക്യാപിറ്റൽ ജി. എക്സും വൈയും നോട്ട് ഈക്വൽ ആണ്. നമ്മൾ പറഞ്ഞു ഒന്നുകിൽ രണ്ടും ഈക്വൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ രണ്ടും ഡിസ്ജോയിന്റ്, നമ്മുടെ ഡിസ്ജോയിന്റ് എന്നുള്ള ആശയം, അതായത് ഇന്റർസെക്ഷൻ ഈക്വൽ ടു ഫൈ ആണ്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ആർബിട്രറി എലമെന്റ് അസ്യൂം ചെയ്യണം. ഒരു കോൺട്രഡിക്ഷൻ എന്നുള്ള ഒരു ഐഡിയയിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ജോയിന്റ് അല്ല എന്ന് വിചാരിക്കുന്നു. ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ എന്തുണ്ടാവും? സെഡ് ബിലോങ്സ് ടു ഐ എക്സ് ഇന്റർസെക്ഷൻ ഐ വൈ ഉണ്ടായിരിക്കും. എടുത്തു. ഇഫ് പോസിബിൾ വി അസ്യൂം ദാറ്റ് ദർ ഇസ് ആൻ എലമെന്റ് സെഡ് ബിലോങ്സ് ടു ഐ എക്സ് ഇന്റർസെക്ഷൻ ഐ വൈ. ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രണ്ട് സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. എന്താണ് ഈ രണ്ട് സെറ്റുകൾ? രണ്ടും ഓപ്പൺ ഇന്റർവെലുകളാണ്. ഒന്ന് എ എക്സ് കോമ ബി എക്സും മറ്റൊന്ന് എ വൈ കോമ ബി വൈ.
That means your set belongs to ax comma bx intersection set ay comma by. That means your set belongs to both interval. If your set belongs to first interval, then you will get ax less than z less than bx, and your set belongs to second interval, then you get y less than z less than by. ഇനി നമുക്ക് എ എക്സും എ വൈയും, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? രണ്ട് സെറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഐ എക്സും കിട്ടിയിട്ടുണ്ട്, ഐ വൈയും കിട്ടിയിട്ടുണ്ട്. എ എക്സിൻ്റെയും ബി വൈയുടെയും എ എക്സിൻ്റെയും ബി എക്സിൻ്റെയും ഇടയിലാണ് സെറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എ വൈയുടെയും ബി വൈയുടെയും ഇടയിലാണ് സെറ്റ് എന്ന് പറഞ്ഞു. നമുക്കിതിനൊന്ന് തിരിച്ചു വേണമെങ്കിൽ എഴുതാം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്ലബ് ചെയ്യാണ്. ഇതൊക്കെ ആൻഡ് കണ്ടീഷനാണ്, എല്ലാതും ഉണ്ട്. അതായത് എ എക്സ് ലെസ് ദാൻ സെഡ് ആണ്, സെഡ് ലെസ് ദാൻ ബി വൈ ആണ്. അതിനൊന്ന് ക്ലബ് ആയിട്ട് എഴുതുന്നു. അതായത് എ എക്സ് ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ബി വൈ, അതുപോലെ തന്നെ എ വൈ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ബി എക്സ്. ഒന്ന് നമുക്ക് നമ്മുടെ ആവശ്യമായ രീതിയിൽ ഒന്ന് നമ്മൾ തിരിച്ചെഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുക എ എക്സും എ വൈയും ഈക്വൽ അല്ല. പോസിബിലിറ്റികൾ എന്തൊക്കെയാണ്? ഒരു എ എക്സും എ വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സും എ വൈയും ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ ഈക്വൽ അല്ലാണ്ടിരിക്കാം. അപ്പം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ആദ്യം എ എക്സ് നോട്ട് ഈക്വൽ ടു എ വൈ. എന്തിനാ അസ്യൂം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എ എക്സ് ഈക്വൽ ടു എ വൈ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇഫ് പോസിബിൾ, കോൺട്രഡിക്ഷൻ്റെ അകത്ത് ഞാൻ അടുത്തൊരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ പോവാണ്. If possible, we may assume that your ax and your ay not equal. axും ayയും നോട്ട് ഈക്വൽ ആണെങ്കിൽ axും ayനും വേറെ രണ്ട് പോസിബിലിറ്റി അപ്പോൾ തുറന്നു വന്നു. ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി പ്രകാരം ഒന്നുകിൽ ax ലെസ് ദാൻ ay ആയിരിക്കാം, അല്ലെങ്കിൽ ax ഗ്രേറ്റർ ദാൻ ay ആയിരിക്കാം. രണ്ട് കേസുകൾ തുറന്നു വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസ് എടുത്തു, ax ലെസ് ദാൻ ay. ax ലെസ് ദാൻ ay ആണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് എ വൈ എന്ന് പറയുന്നത് ബി എക്സിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് എ എക്സ് ലെസ് ദാൻ എ വൈ ലെസ് ദാൻ ബി എക്സ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എ വൈ എന്ന് പറയുന്ന എലമെന്റ് നിങ്ങളുടെ ഐ എക്സിനകത്തുണ്ടെന്നാണ്. ഐ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എക്സ് കോമ ബി എക്സ്. കാരണം ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് എ എക്സിൻ്റെയും ബി എക്സിൻ്റെയും ഇടയിലാണ് എ വൈ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് യുവർ എ വൈ ബിലോങ്സ് ടു ഐ എക്സ്. ഐ എക്സ് എന്താ? ഐ എക്സ് എന്ന് പറയുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ജീനകത്തുള്ള ഏറ്റവും വലിയ ഇന്റർവൽ ആയിരുന്നു. ദാറ്റ് മീൻസ് യുവർ എ വൈ, അല്ലെങ്കിൽ ഐ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി, ദെർഫോർ യു ഗെറ്റ് യുവർ എ വൈ ഈസ് എൻ എലമെന്റ് ഓഫ് യുവർ ജി. എന്തായിരുന്നു ഈ എ വൈ? ഈ എ വൈ എന്ന് പറയുന്നത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വൈ കണ്ടെയ്ൻ ചെയ്യുന്ന ജിയിലുള്ള ഏറ്റവും വലിയ ഇന്റർവെലിന്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആയിരുന്നു എ വൈ. നമ്മളതുപോലെ എക്സുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിങ്ങളുടെ എ എക്സോ ബി എക്സോ ജിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഇപ്പോൾ കിട്ടിയത് എ വൈ ഇസ് ബിലോങ്സ് ടു ജി. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് മീൻസ് അവർ അസംഷൻ ഇസ് റോങ്. ഏത് അസംഷൻ? എ എക്സ് ലെസ് ദാൻ എ വൈ എന്നുള്ള അസംഷൻ നടക്കില്ല. ഇനി അടുത്തത് എ എക്സ് ഗ്രേറ്റർ ദാൻ എ വൈ, അല്ലെങ്കിൽ എ വൈ ലെസ് ദാൻ എ എക്സ്. അതെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുക, എ വൈ ലെസ് ദാൻ എ എക്സ്, എ വൈ ലെസ് ദാൻ എ എക്സ് ലെസ് ദാൻ ബി വൈ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ എക്സ് എന്ന് പറയുന്നത് എ വൈയുടെയും ബി വൈയുടെയും ഇടയിലാണ്. അതിനാൽ എ എക്സ് എന്ന് പറയുന്നത് ഐ വൈയുടെ ഉള്ളിലാണ്. ഐ വൈ എന്ന് പറയുന്നത് എ വൈ ബി വൈ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെലാണ്. അത് ജീനകത്തുള്ളതാണ്. ദാറ്റ് മീൻസ് യുവർ എ എക്സ് ബിലോങ്സ് ടു ജി. അഗെയിൻ എ കോൺട്രഡിക്ഷൻ. കാരണം എ എക്സുകളും ബി എക്സുകളും ഒന്നും ഒരിക്കലും നിങ്ങളുടെ ജീനകത്തുണ്ടാവാൻ പാടില്ല. സോ ഈ പോസിബിലിറ്റിയും
സാധ്യമല്ല. അതായത് എ എക്സ് ലെസ് ദാൻ എ വൈയും നടക്കില്ല, എ എക്സ് ഗ്രേറ്റർ ദാൻ എ വൈയും നടക്കില്ല. സോ ബൈ ദ ട്രൈക്കോട്ടോമി ദർ ഈസ് ഓൺലി വൺ പോസിബിലിറ്റി, ദാറ്റ് ഈസ് എ എക്സ് ഈക്വൽ ടു എ വൈ. Then you use the same argument. ഇതേ ഐഡിയ തന്നെ ഇനി നിങ്ങൾ ബി എക്സിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ബി എക്സ്, നമ്മളവിടെ എടുക്കുക എന്താണ്, ബി എക്സും ബി വൈ കൊടുക്കും. 3 പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ ആദ്യം 2 പോസിബിലിറ്റി പറയും. ഒന്നുകിൽ ബി എക്സ് ഈക്വൽ ടു ബി വൈ, അല്ലെങ്കിൽ ബി എക്സ് നോട്ട് ഈക്വൽ ടു ബി വൈ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി എക്സ് ഈക്വൽ ടു ബി വൈ എന്നാണ്. അതിനുവേണ്ടി ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് ബി എക്സ് നോട്ട് ഈക്വൽ ടു ബി വൈ. സോ ബൈ ദ ട്രൈക്കോട്ടോമി ദർ ഇസ് 2 പോസിബിലിറ്റീസ്. ബി എക്സ് ലെസ് ദാൻ ബി വൈ, കോൺട്രഡിക്ഷൻ കിട്ടുന്നു. ബി എക്സ് ഗ്രേറ്റർ ദാൻ ബി വൈ, കോൺട്രഡിക്ഷൻ കിട്ടുന്നു. സോ ദാറ്റ് 2 പോസിബിലിറ്റീസ് നോട്ട് പോസിബിൾ, therefore we get bx equal to by. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ax equal to ay യുമാണ്, bx equal to by യുമാണ്. ax equal to ay യും bx equal to by യും ആണെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ഇന്റർവെൽ ax, bx എന്ന് പറയുന്നതും ഓപ്പൺ ഇന്റർവെൽ ay, by എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ixഉം iy യും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, ഇഫ് പോസിബിൾ യുവർ സെറ്റ് ബിലോങ്സ് ടു the intersection, your ix and iy are equal. അപ്പോൾ ix ഉം iy യും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ both are same, otherwise both are disjoint. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രണ്ട് കൺസ്ട്രക്ഷനാണ്, രണ്ട് ആശയങ്ങളാണ് നമുക്ക് ആവശ്യം. അതായത് പാർഷ്യലായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ പൂർണ്ണമായിട്ടും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കണം. പൂർണ്ണമായിട്ടും ഡിഫറെന്റ് ആയിരിക്കണം, ഡിസ്ജോയിന്റ് ആയിരിക്കണം. അപ്പോൾ അതാണ്, ഇഫ് യു ടേക്ക് എ സിംഗിൾ പോയിന്റ് ബിലോങ്സ് ടു ബോത്ത് ix ആൻഡ് iy, then you get both are same, otherwise both are different. ഡിഫറെന്റ് അല്ല, both are disjoint. So we get. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം, നിങ്ങൾ ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ ixഉം iy ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ അവ രണ്ടും പ്യുവർലി ഡിസ്ജോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ ജിയുടെ യൂണിയൻ എടുക്കുമ്പോൾ നമ്മളവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഒരു തവണ എടുക്കുള്ളൂ. ഡിസ്ജോയിന്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ എന്താ കിട്ടിയേ, ജി is equal to union of x belongs to g ix is actually the union of disjoint open intervals. സെയിം ആയിട്ടുള്ളത് നമ്മൾ റിമൂവ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടി, G is the union of disjoint open intervals. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ആശയം കൂടി ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നും കൂടെ പോയി നോക്കുന്നു. സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് G is the union of countably many disjoint open intervals. അതിലെ മെനി ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെൽസ് എന്നുള്ള ആശയം കിട്ടിക്കഴിഞ്ഞു. ഇനി കൗണ്ടബിലിറ്റി മാത്രമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി അതിലേക്ക് പോവാം. ഇപ്പോൾ എനിക്ക് ജി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ഇന്റർവെല്ലുകളെല്ലാം, എടുത്തിരിക്കുന്ന യൂണിയനിലെ ഓപ്പൺ ഇന്റർവെല്ലുകളെല്ലാം തന്നെ ഡിസ്ജോയിന്റ് ആണ്. അതായത് ഒരു ഇന്റർവെല്ലിൽ വരുന്ന പോയിന്റുകൾ ഒന്നും തന്നെ മറ്റ് ഇന്റർവെല്ലിൽ വരുന്നില്ല. പ്യുവർലി ഡിസ്ജോയിന്റ് ഇന്റർവെൽസ് ആണ്. ഈ ഇന്റർവെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്റർവെല്ലുകളിൽ ഒട്ടനവധി റാഷണൽ നമ്പേഴ്സും ഒട്ടനവധി ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും ബൈ ദ ഡെൻസിറ്റി തിയറം. കാരണം ഇന്റർവെൽ ആണെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ നമ്മൾ നൾ സെറ്റുകളൊന്നും അല്ലല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റർവെല്ലുകളിലെ ഒട്ടനവധി റാഷണൽ നമ്പറും ഒട്ടനവധി ഇറാഷണൽ നമ്പറുകളും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്റർവെല്ലിലുള്ള റാഷണൽ നമ്പർ ഒരിക്കലും മറ്റേ ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കില്ല. ഒരു ഇന്റർവെല്ലിൽ തന്നെ ഒട്ടനവധി റാഷണൽ നമ്പറുകൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്ക് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ റാഷണൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് കൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനൊരു സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് വെക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന യൂണിയനിൽ നിന്ന് ഐഎക്സുകളുടെ യൂണിയനിൽ നിന്ന് ഒരു ഐഎക്സ് എടുത്തു കഴിഞ്ഞാൽ ഐഎക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ റാഷണൽ നമ്പറുകൾ അതിനകത്തുള്ളതുകൊണ്ടായിരിക്കും. അതിലെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ റാഷണൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് വെക്കുന്നു.
ദാറ്റ് ഈസ് യുവർ R1. അടുത്ത IX എടുക്കുന്നു. അതിൽ ഒത്തിരി റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നേരത്തെ എടുത്ത റാഷണൽ നമ്പറുകളൊന്നും തന്നെ ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. അതിൽ പുതിയ റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്താ, IXകളെല്ലാം ഡിസ്ജോയിന്റ്. അങ്ങനെ ഓരോ IXകളിൽ നിന്നും ഞാൻ റാഷണൽ നമ്പേഴ്സ് എടുത്ത് അതിലെ ഏറ്റവും ചെറിയ റാഷണൽ നമ്പറിനെ ഞാൻ IXന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വെക്കും. എന്താ ചെയ്തത്, ഞാൻ എൻ്റെ IXകൾ എടുത്തു, G ഉണ്ടാക്കാൻ ഉപയോഗിച്ച IXകൾ എടുത്തു. ഈ IXകളിലെ റാഷണൽ നമ്പേഴ്സിനെ നോക്കി, ആ റാഷണൽ നമ്പറുകളിലെ ഏറ്റവും ചെറിയ റാഷണൽ നമ്പറിനെ എടുത്തു. ആ റാഷണൽ നമ്പറിനെ ആ IXന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഓരോ IXലുള്ള റാഷണൽ നമ്പറുകൾ ഡിഫറെന്റ് ആയിരിക്കും. അതിലുള്ള ചെറിയ റാഷണൽ നമ്പറുകൾ അപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ IXൽ നിന്നും വരുന്ന റാഷണൽ നമ്പറുകളുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ കളക്ഷൻ is a subset of your Q. That is set of all rational numbers. Set of all rational numbers ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഓരോ IXന് കറസ്പോണ്ടിങ് ആയിട്ടും ഡിഫറെന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. സോ ഹിയർ വി ഹാവ് എ 1-1 correspondence അല്ലെങ്കിൽ the cardinality of these representatives rational numbers is equal to the number of IX. These representative rational numbers is the one of the subset of your rational number, set of all rational numbers, and we know that that set of all rational numbers is countable. And you know the theorem that every subset of a countable set is countable. So your set of all representatives of rational numbers coming from each subinterval is a countable set. എത്ര റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടോ അത്ര ഇന്റർവെൽ ഉണ്ടായിരിക്കും. അപ്പോൾ റെപ്രസെന്റേറ്റീവ്സിന്റെ കളക്ഷൻ കൗണ്ടബിൾ ആണെങ്കിൽ നമ്പർ ഓഫ് IXകളും കൗണ്ടബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് യു ഹാവ് G is the union of countably many disjoint open intervals. നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. G എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് എടുത്തപ്പോൾ Gനെ ഇപ്പോൾ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെൽസ് ആയിട്ട് എഴുതാൻ സാധിച്ചു. ആദ്യം നമ്മൾ ചെയ്തത് ഓപ്പൺ ഇന്റർവെൽസ് ആക്കി IXകളെ. രണ്ടാമത് ചെയ്തത് IXകൾ ഡിസ്ജോയിന്റ് ആണെന്ന് തെളിയിച്ചു. റിപ്പീറ്റഡ് വരുന്നത് നമ്മൾ ഒഴിവാക്കി. മൂന്നാമത് നമ്മൾ ചെയ്തത് IXകളുടെ എണ്ണം കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു. സോ ഇഫ് G is open, your G can be represented as the countable union of disjoint open intervals. ഇതൊരു ഇഫ് ആൻഡ് ഓൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യമേ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് രണ്ട് കേസുകൾ പറഞ്ഞു. G empty ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അത് കാര്യങ്ങൾ ചെയ്തിരുന്നു. G നോൺ empty ആണെങ്കിലാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൂഫ് വേണ്ടി വന്നത്. താങ്ക് യു.